കിടക്കുമ്പോൾ തന്നെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി കിടക്കുന്നു. അതാണ് ഇതിന്റെ മറ്റൊരു ഒരു പ്രത്യേകത. കാരണം മുഖത്ത് എപ്പോഴും സൺലൈറ്റ് വരണം എന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ള ഒരു തരത്തിലുള്ള പാമ്പാണിത്. ഈ കിടക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ചീറ്റുമെങ്കിലും ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിഷമുള്ള ഒരു ഐറ്റമേ അല്ല. അപ്പൊ ഇത് കിടക്കുന്നതിന്റെ ഇനി റിയാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, എന്റെ അമ്മേ ഞാനിതാ പിച്ചായേ, ഞാനിവിടെ ആരെയും ഒന്നും ചെയ്യുന്നില്ലേ എന്നുള്ള ഒരു റിയാക്ഷനാണ് ഇതിനകത്ത് വരുന്നത് തന്നെ. നമുക്ക് ഈ ഷർട്ടിന്റെ ഡിസൈൻ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ശംഖുവരേനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് എന്നുള്ളത്. ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയോട് കൂടിയാണ് ഇത്തരത്തിലുള്ള പാമ്പുകൾ നമ്മൾ ഇവിടെ കാണുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പാമ്പുകൾ കാണുന്നത് റബ്ബർ വിളകളിലാണ്. നമുക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അല്ല, നമ്മൾ കുത്തിക്കഴിഞ്ഞാലും ചരിയുന്നു. ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയും കണ്ടോ. ഇതാണ് നമ്പർ 1 ഐറ്റം എന്ന് പറയുന്ന ശംഖുവരയൻ. ഇനി മധ്യ കേരളത്തിലെ അടുത്ത പാമ്പിലേക്ക്. നമസ്കാരം. മധ്യ കേരളത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു പാമ്പാണ് നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇത് ഉരകവർഗത്തിലാണ് ഉള്ളതെങ്കിലും ഇതിനെ സാധാരണ അറിയപ്പെടുന്നത് മരങ്കേറി അഥവാ കൊമ്പേറി എന്നുള്ള രീതിയിലാണ്. ഇത് റെപ്റ്റൈൽ വിഭാഗത്തിൽ കോക്ടൈലായിട്ട് അടിക്കുന്നത് കൊണ്ട് ഇതിന്റെ ബൊട്ടാണിക്കൽ നെയിം എന്ന് പറയുന്നത് കീഴ്ക്കുന്നിൽ ഊഞ്ഞാലാട്ടി എന്നാണ്. ഇത് സാധാരണ 3 പഗ് വളരെ ഡീസന്റ് ആയിട്ട് അടിച്ചു തുടങ്ങുകയും അതിനുശേഷം എതിരാളിയെ യാതൊരു തരത്തിലുള്ള മര്യാദയും ഇല്ലാത്ത രീതിയിൽ അസഭ്യ വാക്കുകൾ ചൊരിയുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു പാമ്പാണ് ഇത്തരത്തിലുള്ള പാമ്പ്. ഇത് ഇടയ്ക്ക് ചീറ്റാൻ വേണ്ടി ശ്രമിക്കുമെങ്കിലും ഇത് അത്ര കാര്യമാക്കേണ്ട ഒരു സംഭവമേ അല്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു സത്യം. ഇത് സാധാരണ കാണുന്നത് പുല്ലുകളിലും പുൽമേടുകളിലും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള റബ്ബർ തോട്ടങ്ങളിലും ഒക്കെയാണ്. സ്വാഭാവികമായിട്ട് ഇതിന് എന്തൊക്കെയോ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സംഭവം മനസ്സിലുണ്ടെങ്കിലും പക്ഷേ എനിക്കൊന്നും ആവുന്നില്ലല്ലോ, എന്റെ ദൈവമേ ഞാനങ്ങ് മരിച്ചാലോ തുടങ്ങിയ തരത്തിലുള്ള റിയാക്ഷൻസ് ആണ് ഇത്തരത്തിലുള്ള പാമ്പിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. മധ്യ കേരളത്തിലെ അടുത്ത പാമ്പിലേക്ക്. മധ്യ കേരളത്തിലെ അടുത്ത പാമ്പിനെ നമുക്ക് പരിചയപ്പെടാം. വളരെ പ്രൗഢിയോടുകൂടി രാജകീയ സുഖത്തോടുകൂടിയും വസിക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള പാമ്പാണ്. ഇതിനെ രാജവെമ്പാല എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വളരെ ചൈനീസ് സിൽക്ക് എന്ന് പറയുന്ന സാധനം ഇതിന്റെ ഒരു ദൗർബല്യമാണ്. വളരെ വൃത്തിയായ രീതിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും എന്നാൽ രാവിലെ മുതൽ അടി തുടങ്ങുകയും ചെയ്യുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള സ്വഭാവമുള്ള പാമ്പാണ് ഈ കിടക്കുന്ന ഈ പാമ്പ്. വളരെ വെൽ എക്യുപ്ഡ് ആയിട്ടാണ് ഈ പാമ്പ് കിടക്കുന്നത്. കാരണം 6, 7, 8 മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ്, അതുപോലെ തന്നെ ബ്ലൂചിപ്പ്, ബ്ലൂടൂത്ത് തുടങ്ങിയ തരത്തിലുള്ള സാധനങ്ങൾ കയ്യിൽ ഒതുക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള രാജവെമ്പാലകൾ നിരത്തുകളിൽ 2 സൈഡുകളിലുമായിട്ടും അല്ലെങ്കിൽ കാറിൽ ഇങ്ങനെ കിടക്കുന്നത്. കാരണം രാവിലെ 8 മണി മുതൽ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ മുതൽ തന്നെ ഇവർ ആദ്യമേ സേവിച്ചു തുടങ്ങുന്നത് കൊണ്ടാണ് ഏതാണ്ട് 12 മണിയോടുകൂടി റോഡിന്റെ ഇരുവശത്തും ഇങ്ങനെ ഓഫായി കിടക്കുന്ന ഇത്തരത്തിലുള്ള ഇതിനെ നമ്മുടെ അനന്തശയനം അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ദൈവങ്ങൾ കിടക്കുന്ന ടൈപ്പ് എന്നും അറിയപ്പെടുന്നു. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രൗഢി ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് വീട്ടിലേക്ക് എണീറ്റ് പോണം എന്നൊരു തോന്നലുണ്ടാവും. പക്ഷേ ഇത് പോകാൻ പറ്റില്ല. ഇങ്ങനെ തന്നെ കിടക്കുന്നതാണ് ഈ രാജവെമ്പാലയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ രാജവെമ്പാല കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ആദ്യം പറയുന്നത് കിടക്കുന്ന കിടപ്പുണ്ട, ഇവനൊന്നും വേറെ ഒരു ജോലി ഇല്ലല്ലോ എന്ന് പറഞ്ഞു പോകും. അത്തരത്തിലുള്ള ഒരു പെരുമാറ്റമാണ്. ചത്ത് കിടഞ്ഞാൽ തമഞ്ഞു കിടക്കണമെന്ന് ആരോ പറഞ്ഞതുപോലെ ഇവരെപ്പോഴും ചൈനീസ് സിൽക്കും വളരെ വെൽ ഡ്രസ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോ മധ്യ കേരളത്തിലെ അടുത്ത പാമ്പിലേക്ക്. നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ വളരെ സുലഭമായി കണ്ടുവരുന്ന ഒരു പാമ്പാണ് മധ്യ കേരളത്തിലെ ഈ നിൽക്കുന്ന അടുത്ത പാമ്പ്. ഇതിനെ ചേര എന്നാണ് പറയപ്പെടുന്നതെങ്കിലും ഇവന്റെ ഭാവം കണ്ടു കഴിഞ്ഞാൽ ചേരമാൻ പെരുമാറിന്റെ വലിയച്ഛന്റെ മോൻ എന്നുള്ള രീതിയിലാണ് ഇത് പെരുമാറുന്നത്. വളരെ വിനയാന്യതനാണ് ഇത്തരത്തിലുള്ള പാമ്പുകൾ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. വിദ്യാസമ്പന്നനാണ്, അതുപോലെ തന്നെ സൽഗുണ സമ്പന്നനുമാണ്. വിനയം കൊണ്ട് കുഞ്ഞിപ്പ ചാവ് എന്നുള്ള രീതിയിലാണ് ഇത്തരത്തിലുള്ള പാമ്പുകൾ നിൽക്കുന്നത് തന്നെ ആടരുത് ഇവിടെ നിന്നും. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് രക്താണലി ഇതിന്റെ അളിയനായിട്ട് വരും. ഈ ഇരിക്കുന്ന ചേരയുടെ കുഞ്ഞമ്മയുടെ മകളെയാണ് രക്താണലി വിവാഹം കഴിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു രാജവെമ്പാല ഇവരുടെ ഇളയ അളിയൻ സെക്രട്ടറി ഗ്രേഡ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമസ്കാരം. മൂത്തയാള് പത്തിയൂരാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് വളരെ വിദ്യാസമ്പന്നനാണ്. നല്ല രീതിയിൽ യാതൊരു തരത്തിലും ഞാൻ ആയിരിക്കില്ല, ഞാൻ ജേർണലിസ്റ്റാണ്. നമ്മുടെ ഇല്ല വന്നിട്ട് പറഞ്ഞോട്ടെ. അപ്പൊ വളരെ വിനയാന്യതനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വളരെ പരോപകാരിയുമാണ് ഈ തരത്തിലുള്ള പാമ്പുകൾ. പരിപാടി കഴിഞ്ഞിട്ട് അപ്പൊ ഈ തരത്തിലുള്ള പാമ്പുകളെ കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സാധനം ഇത്തരത്തിലുള്ള പാമ്പുകൾ നിരവധി ഒരു മിനിറ്റ്. ഇത്തരത്തിലുള്ള പാമ്പുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ദയവുള്ളവരാണ്, അന്യരെ സഹായിക്കണമെന്നുള്ള ഒരു മെന്റാലിറ്റി ഉള്ളവരാണ്. യാതൊരു തരത്തിലുള്ള വിഷവും ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ്. ഇത് ഞാൻ പറയാൻ അളവിന് ഇത്ര വഴി. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇവിടുത്തെ ഈ പാമ്പ് ചേര എന്ന് പറയുന്ന പാമ്പ് മനുഷ്യന് യാതൊരു തരത്തിലും ഉപകാരം ചെയ്യുന്നല്ല, ഉപദ്രവം ചെയ്യുന്നവരൊന്നല്ല, ഉപകാരം ചെയ്യുന്ന ഒന്നാണ്. ഇപ്പൊ വരുന്നല്ലേ കൈവിട്ട് കഴിക്കാൻ പൊക്കളയും. അപ്പൊ മധ്യ കേരളത്തിലെ അടുത്ത പാമ്പിലേക്ക്. നമസ്കാരം. കണ്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇത് പുതിയൊരു ഇനം പാമ്പ് കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിനെ പരിചയപ്പെടുത്തുക. ഇതിന്റെ പേര് ചാനൽ പാമ്പെന്ന് പറയും. അടിച്ച് പുകുതിയായതിന് സഹിക്കുകയാണ്. മരത്തില് കാണാം, എല്ലാരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞോണ്ടായിരുന്നു.
കാണാ കാഴ്ചകളിലേക്ക് സ്വാഗതം.